ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അതായത് കിച്ചണിൻ്റെ ഏരിയയിൽ നമ്മൾ ഹോബ്, അതായത് ഗ്യാസ് അടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഹോബ് സിസ്റ്റം ചെയ്യാറുണ്ട്, ചിമ്മിണി ചെയ്യാറുണ്ട്. അതിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് കൊടുക്കുന്നതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ. ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എവിടെയാണെന്ന് കൊടുക്കുന്നതിന് കറക്റ്റായിട്ട് മെഷർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പൊസിഷൻ തയ്യാറാക്കണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓരോ പൊസിഷൻ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് കാര്യങ്ങളൊക്കെ പോകുന്ന ഏരിയ നമുക്ക് മാറ്റി കളയേണ്ടതായിട്ട് വരും. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഹോബ് വയ്ക്കുന്ന ആ ഏരിയ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ഹോബ് വയ്ക്കുന്നത് ഏതിൻ്റെ കമ്പനിയുടെ ആണെങ്കിലും നമുക്ക് വയ്ക്കാം. ഏകദേശമൊക്കെ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് വരുന്നത്. ഇതിപ്പോൾ ഒരു കമ്പനിയുടെയാണ്, ഇതിൻ്റെ ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ സാധാരണ ഹോബ് വയ്ക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ഗ്യാസിൻ്റെ അടുപ്പ് വേണമെങ്കിൽ താഴെ ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം അതിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ചിമ്മിണി ഏകദേശം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 70 സെൻറ്റിമീറ്റർ തൊട്ട് 90 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഇതിൻ്റെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ തല കറക്റ്റായിട്ട് അതിൻ്റെ ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അത്യാവശ്യം നമ്മളൊരു ഹൈറ്റിൽ, അതായത് ഒരു 90 സെൻറ്റിമീറ്ററിന് 70 സെൻറ്റിമീറ്റർ ഇടയ്ക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തല ഇടിക്കാത്ത രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോയിരിക്കുന്ന ഔട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് വന്ന പവർ പ്ലഗും പ്ലഗ് സോക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചിമ്മിണി എവിടെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഹൈറ്റ് കഴിഞ്ഞതിന് ശേഷം 210 സെൻറ്റിമീറ്ററാണ് സാധാരണ നോർമൽ ലെവലിൽ നമ്മൾ ലിൻഡിൽ ഹൈറ്റ് വരാറ്. അതിൽ നിന്ന് മുകളിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. അതിലേക്ക് വേണ്ടി പ്ലഗ് സോക്കറ്റ് കൊടുത്തു. അതിൻ്റെ ഉള്ള സെപ്പറേറ്റ് വരുന്ന സ്വിച്ച് കാര്യങ്ങൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കണം. കാരണം തൊട്ടടുത്ത് തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അടുത്തായിരിക്കണം കൊടുക്കേണ്ടത്. അതിനുശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ വരുന്ന 6 ഇഞ്ച് പൈപ്പാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ ഈ 6 ഇഞ്ച് പൈപ്പ് നമ്മൾ അതിൻ്റെ ഔട്ട് പുറത്തേക്ക് പോകുന്നതിന് സെപ്പറേറ്റ് ഒരു ഹോൾ ഇട്ടതിന് ശേഷം അവിടെ നമ്മളൊരു പൈപ്പ് വെച്ച് കൊടുക്കുക, ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പറയാനുള്ള കാരണം, ഹോബ് വയ്ക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് മെഷർ ചെയ്ത് എവിടെയാണ് കൊടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് തീരുമാനിച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ താഴെ നമുക്ക് ഹോൾ കറക്റ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഏറ്റവും മുകളിലാണെങ്കിലും കറക്റ്റ് ഹോൾ ഇടാൻ സാധിക്കും. ഇനി പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ 6 ഇഞ്ച് പുറത്തേക്ക് പോകുന്ന ഹോൾ നമ്മൾ എക്സ്ട്രാ അടിക്കേണ്ടതായിട്ട് വരും. അത് മിക്കവാറും സംഭവിക്കുന്നത് നമ്മളൊരു ഫിനിഷിംഗ് സ്റ്റേജിലായിരിക്കും ഹോബ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ 6 ഇഞ്ച് ഹോൾ അടിക്കുക എന്ന് പറയുന്നത് റിസ്ക് ആയിരിക്കും. അത് മാത്രമല്ല മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടും വരും. പിന്നെ എക്സ്ട്രാ തേപ്പ്, പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ആദ്യമേ തന്നെ വീട് പണിയുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന, അതായത് നമ്മുടെ ചിമ്മിളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഔട്ട് 6 ഇഞ്ച് പൈപ്പ് നമ്മളതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പിന്നെ വരുന്ന ചില ഹോബുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചില ഹോബുകളിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ പൈപ്പ് കാണാവുന്ന രീതിയിൽ മറയ്ക്കാവുന്ന രീതിയിലുള്ള ഫിറ്റിങ്സ് ഉണ്ടാവാറില്ല. അപ്പോൾ വേണമെങ്കിൽ മൾട്ടിവുഡിൻ്റെ ഒരു കഷ്ണം വെച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.